മനുഷ്യേട്ടാ, ഓ എന്തെങ്ങനെ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവനുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയായിരുന്നു. നമ്മൾ ആ സിറ്റുവേഷനിൽ കൂടെ കുറെ പ്രാവശ്യം പോയതുകൊണ്ട് എനിക്കത് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇല്ല, അവർ കുറച്ചായി ഒരു കൊച്ചിന് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അവർ കഴിഞ്ഞ ദിവസം അവർ ക്ലിനിക്കിൽ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരൊരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ ആ ഫ്രണ്ട് കുറെ കുത്തിയുള്ള ചോദ്യമോ ഡബിൾ മീനിങ് ഡയലോഗ്സോ എല്ലാം പറയായിരുന്നു. അനീഷ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നി. കുറച്ച് പ്രായമുള്ള ആൾക്കാരെ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കാം, അത് ഓക്കെ ആണ് എന്നല്ല, എന്നാലും ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ അത്ര മനസ്സിലാക്കാതെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷെ കുറെ യങ്ങായിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഒട്ടും തമാശയല്ല, അല്ലെ? വളരെ ക്രൂരമായ തമാശ തന്നെയാണ്. ഒരു ഓർമ്മയുണ്ടോ, നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ട് ഒരു കല്യാണ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു ലേഡി അവിടുന്ന് ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സൈഡിലുള്ള ഒരു ലേഡി ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, ഇതൊരു പ്രസവിച്ചില്ലേ, നിനക്ക് ഇതൊരു കുട്ടികളായില്ലേ? അന്നാ പന്തിയിലിരുന്ന മുഴുവൻ ആളുകളും ചിരിച്ചു. എനിക്ക് അവരുടെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്, അവരിട്ട സാരി വരെ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ അവരുടെ മുഖം അടക്കം ഓർക്കാറും കൊള്ളുണ്ട്. അപ്പൊ അത് അത്രത്തോളം നമ്മളെ മനസ്സിലത് അത്ര ഒരു മുറിവായിട്ട് കിടക്കുന്നതുകൊണ്ടാണല്ലോ. എനിക്ക് എപ്പോഴാണ് ഇതൊരു തമാശയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എപ്പോഴും തമാശ എന്ന് പറയുന്നത് രണ്ടുപേരും അത് ആസ്വദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതൊരു കളിയാക്കൽ തന്നെയാണ്, അല്ലെ? ഇതൊരിക്കലും ഒരു തമാശയല്ല. ഒരാൾക്ക് ഒരു കൊച്ചെപ്പോഴാണ് വേണ്ടതെന്നോ അവർ കൊച്ച് വേണോ എന്നൊക്കെ ഉള്ളതൊക്കെ അവർ ആ കപ്പിളിന്റെ വളരെ സെൻസിറ്റീവായ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് തന്നെ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണമെന്നില്ല. ഇതൊരിക്കലും നമ്മളെ കയ്യിൽ മുഴുവനായിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പൊ അതിനെ ആ കപ്പിളിനെ അവരെ ഡിസിഷൻ എടുക്കാൻ വിടുക, അല്ലെങ്കിൽ അതിന്റെ പാട്ടിന് വിടുക എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ആൾക്കാർ അത് മനസ്സിലാക്കാന്ന് അറിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഇതേ വിഷയം കൈകാര്യം ചെയ്ത ഒരു സിനിമ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. വിശേഷം എന്നാണ് പേര്. 2024 ആനന്ദ് മധുസൂദനൻ സിനിമയാണ്. വലിയ തിയേറ്ററിൽ വിജയമായോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിലിം ക്രിട്ടിക്സിന്റെ ഇടയിൽ ഒരു ഡിസ്കഷൻ ആയ സിനിമയാണ്. ഈ ഒരു സബ്ജക്റ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരു കപ്പിളിൽ ഒരു കൊച്ചിന് വേണ്ടി ട്രൈ ചെയ്യുന്നതും അവർ കടന്നു പോകുന്ന ട്രോമ ഒക്കെയാണ് അത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമ ഈ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സബ്ജക്ട് കൈകാര്യം ചെയ്ത സിനിമയായിരിക്കും. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇത് നമ്മളാണല്ലോ, ഓരോ സീനും അത്രത്തോളം നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയതുകൊണ്ടാണ്. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആവട്ടെ, അതിൽ പെർഫോം ചെയ്ത ആളുകളാവട്ടെ, അത്രത്തോളം മനോഹരമായിട്ട് ഈ സബ്ജക്റ്റിനെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സബ്ജക്റ്റിന്റെ സെൻസിറ്റിവിറ്റി കുറച്ച് ആളുകളിലേക്ക് എത്തുമെങ്കിൽ നല്ലതല്ലേ? ഒരിക്കലും ഇതൊരു തമാശയല്ല.